അവതരിപ്പിക്കുന്നു തിരുപ്പുറമേ. ഇല്ല ഇല്ല ഇല്ല, നിങ്ങളോട് എത്ര വട്ടം പറയണം, ഒരാൾക്ക് ഇവിടെ ഇടവില്ല. രാത്രി ഏറെ വൈകിയിരിക്കുന്നു, ഒന്ന് ഉറങ്ങാൻ സമ്മതിക്കും. ഒന്ന് പോയി തരുമോ? ക്ഷമിക്കണം, എനിക്ക് വേണ്ടിയല്ല. ആ പെരുവഴിയിൽ നിറവയറുമായിട്ടൊരു പെണ്ണും ഒരു ചെറുപ്പക്കാരനും, ഞാൻ അവരെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവരികയാണ്. സഹായിക്കണം, എന്തെങ്കിലും ഒരു വഴി കണ്ടെത്തിയേ മതിയാവൂ. അതെ അതെ, ഒന്ന് നിന്നെ. അതെ, കേറി വാ മക്കളെ, വന്നാട്ടെ. ഞങ്ങളെ ഉപേക്ഷിക്കും. ഈ പാതിരാത്രിയിൽ ഇവളെ കൊണ്ട് എനിക്ക് പോകാനൊരിടമില്ല. ഒരടി പോലും വെക്കാനാവാതെ വഴിയിൽ തളർന്നു വീണ ഇവളെ ഇദ്ദേഹം കൂടി ചേർന്ന് ഇവിടെ വരെ എത്തിച്ചത്. കരുണ കാട്ടണം, സ്വന്തം മകളെ പോലെ കാണണം. ഒരടി പോലും നടക്കാൻ എനിക്കിനിയും വയ്യ. ഒന്നിരിക്കാൻ, കിടക്കാൻ ഒരല്പം ഇടം. അയ്യോ, എനിക്ക് സഹിക്കാൻ കഴിയുന്നില്ല. അമ്മമാരാണെങ്കിലും ഇവിടെയുണ്ടോ? ഏറ്റുനോവാണ്, നിങ്ങൾ എന്തെങ്കിലും ഒന്ന് ചെയ്യ. ഞാനൊന്ന് നോക്കട്ടെ, ഈ സത്രത്തിൽ തങ്ങാൻ വന്നവരിൽ വയറ്റാട്ടികൾ ആരെങ്കിലും ഉണ്ടോ എന്ന്. സമാധാനമായിരിക്കും, നമുക്ക് എന്തെങ്കിലും ചെയ്യാം. അങ്ങ് ആരാണ്? ഒരു പരിചയമില്ലാത്ത ഈ ഏടുകളോട് ഇത്ര ദയ കാണിക്കുവാനായി അങ്ങൊരു ദേവദൂതനാണോ? ഞാൻ ശിമയോൻ, നമ്മൾ കാത്തിരിക്കുന്ന മശിഹായെ കാണാതെ മരണം കാണുകയില്ലെന്ന് പരിശുദ്ധാത്മാവിനാൽ അരുളപ്പാടുണ്ടായവൻ. മശിഹായുടെ വരവിനായി കാത്തിരിക്കുന്നവൻ. വയ്യ, എനിക്ക് വയ്യ. യഹോവയായ തമ്പുരാനേ, കൃപ ചെയ്യണമേ. ഇതാ അങ്ങയുടെ ദാസി. അങ്ങയുടെ ഇഷ്ടമെന്തോ അതെന്നിൽ നിറവേറട്ടെ. ഭാഗ്യം, ഒരു വൈറ്റാക്കിയെയും അവരെ സഹായിക്കാൻ 1-2 സ്ത്രീകളെയും കിട്ടിയിട്ടുണ്ട്. കാലിത്തൊഴുത്തിലൊരല്പം ഇടവും ഒഴിഞ്ഞു കിടപ്പുണ്ട്. വൈക്കോലുകളൊക്കെ ഇട്ട് കിടക്കിയിരിക്കുകയാണ് അവർ. വരൂ മകളെ, അകത്തേക്ക് വരൂ. ചോദിക്കാൻ മറന്നു, എന്താ പേര്? എന്തു ചെയ്യുന്നു? എത്ര നാളായി നിങ്ങളുടെ വിവാഹം കഴിഞ്ഞിട്ട്? ഞാൻ ജോസഫ്, തച്ചനാണ്. ദാവീദിന്റെ പിൻതലമുറക്കാരനാണ്. നിങ്ങളിൽ ദൈവാത്മാവ് വസിക്കുന്നവനാകുന്നത് കൊണ്ട് പറയട്ടെ, വിവാഹ നിശ്ചയം ഉറപ്പിച്ചിരിക്കുന്ന സമയത്താണ് ഇവൾ ഗർഭിണിയാണെന്ന് അറിഞ്ഞത്. ഇവളുടെ നിഷ്കളങ്കത്തെ കൊണ്ടും
ഇവളിൽ അപമാനം വരുത്തിവെക്കാൻ എനിക്കിഷ്ടപ്പെടാത്തതിനാലും ഉപായത്തിൽ ഉപേക്ഷിക്കാൻ തീരുമാനിച്ചിരുന്നു. എന്നാൽ ആ രാത്രിയിൽ യഹോവയുടെ ദൂതൻ പ്രത്യക്ഷനായി. ഇവളിൽ ഉൽപ്പാദിതമായിരിക്കുന്നത് പരിശുദ്ധാത്മാവിനാലാണെന്നും പിറക്കാൻ പോകുന്ന ശിശു ലോക ജനതയുടെ പാപം മോചിപ്പിക്കുന്നവനാകുന്നു. അതിനാൽ നീ ഇവളെ ഭാര്യയായി സ്വീകരിക്കാൻ ശങ്കിക്കപ്പെടേണ്ടെന്നും അരുളി ചെയ്തു. അവൻ തന്റെ ദാസനായ ദാവീദിന്റെ ഗൃഹത്തിൽ നമുക്ക് രക്ഷയുടെ കൊമ്പ് ഉയർത്തിയിരിക്കുന്നു. കന്യക ഗർഭിണിയായി ഒരു മകനെ പ്രസവിക്കും. അവന് ദൈവം നമ്മോടുകൂടെ എന്നർത്ഥമുള്ള ഇമ്മാനുവേൽ എന്ന് പേർ വിളിക്കപ്പെടും. വയറ്റാട്ടി പറഞ്ഞ ഒരു സന്തോഷ വാർത്ത ഞാൻ അറിയിക്കട്ടെ. മറിയ പ്രസവിച്ചു. നല്ല ദിവ്യത്വമുള്ള ഒരു ആൺകുട്ടി. യഹോവയുടെ നാമം മഹത്വപ്പെടട്ടെ. ചെല്ലുക അകത്തേക്ക്, കുഞ്ഞിനെയും അമ്മയെയും പോയി കാണുക. ഒന്നു നില്ലടോ, ഞാനും വരട്ടെ. ഓ, ഈ ചട്ടുകാരനെ കൊണ്ട് തോറ്റു. ഒന്ന് വേഗം നടക്കടേ. ഓ പോട്ടേന്നേ, പാവല്ലേ, വയ്യാഞ്ഞിട്ടല്ലേ. അവിടെ ഒരു വെട്ടം കാണുന്നു. അതെ അതെ, നമുക്ക് അവിടെ പോയി ചോദിക്കാം. ഓ, നടന്നു നടന്നു ക്ഷീണിച്ചു. ഇവിടെ എവിടെയും ആയിരുന്നാ മതിയായിരുന്നു. ആരാണ്? എന്താണ് ഈ പാതിരാവിൽ? ഞങ്ങൾ ആട്ടിടയന്മാർ. ഞങ്ങൾ ഈ മലമ്പ്രദേശത്ത് ആട്ടിൻകൂട്ടത്തിന് കാവൽ കിടക്കുകയായിരുന്നു. ഈ രാത്രിയിൽ തണുപ്പകറ്റാൻ കൂട്ടിയിരുന്ന തീയൊന്ന് കെട്ടടങ്ങി. കണ്ണിൽ ഉറക്കം കയറി വന്നപ്പോ ഒരു വലിയ പ്രകാശം ഞങ്ങളെ ചുറ്റി മിന്നി. നോക്കിയപ്പോ ദൈവദൂതൻ, ദൂതന് ചുറ്റും പ്രകാശവലയം. ഞങ്ങൾ ആകെ പേടിച്ചു. അപ്പോൾ ദൂതൻ പറഞ്ഞു, ഭയപ്പെടേണ്ട, സർവജനത്തിനും ഉണ്ടാകുവാനുള്ള മഹാസന്തോഷം ഞാൻ നിങ്ങളെ അറിയിക്കുന്നു എന്നും. ഇവിടെ ഈ ബേത്ലഹേമിൽ കർത്താവായ ക്രിസ്തു എന്ന രക്ഷിതാവ് ജനിച്ചിരിക്കുന്നു അത്രേ. ഞങ്ങൾക്ക് ഒരടയാളവും പറഞ്ഞു തന്നു. ശീലയിൽ പൊതിഞ്ഞ് ഒരു പുൽത്തൊട്ടിലിൽ ആവും കുഞ്ഞിനെ കിടത്തിയിരിക്കുന്നതെന്ന്. പെട്ടെന്ന് ഒരു സ്വർഗീയ ശബ്ദം ഞങ്ങൾ കേട്ടു. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം, ഭൂമിയിൽ ദൈവപ്രസാദമുള്ളവർക്ക് സമാധാനം എന്നതായിരുന്നു അത്. അങ്ങനെ ഈ പാവങ്ങളും ദൈവപ്രസാദമുള്ളവരായി തീർന്നു. അതെ, അതിവിടെ തന്നെ. നോക്കുക, അവിടെ ഒരു കാലിത്തൊഴുത്ത് കാണുന്നില്ലേ? അവിടെ അമ്മയും കുഞ്ഞും സുഖമായിരിക്കുന്നു. നിങ്ങൾ പോയി കാണുക. അവൻ ദരിദ്രന്മാരെ കുപ്പയിൽ നിന്നും ഉയർത്തി, സമ്പന്നന്മാരെ വെറും കൈയോടെ അയച്ചിരിക്കുന്നു. യഹോവയുടെ നാമം മഹത്വീകരിക്കട്ടെ. അതത്ര ശുഭസൂചകമായി എനിക്ക് തോന്നുന്നില്ല. ഹെരോദ
ജ്ഞാനികളുടെ നിലയിൽ വലിയ സ്വീകരണമാണ് നമുക്ക് നൽകിയതെങ്കിലും നമ്മുടെ ആഗമനോദ്ദേശം വ്യക്തമാക്കിയപ്പോൾ ആ മുഖം വാടുന്നതും പരിഭ്രമിക്കുന്നതും നിങ്ങൾ ശ്രദ്ധിച്ചിരുന്നോ? അതെ അതെ, ആ ദിവ്യപ്പിറവി കണ്ട് കൊട്ടാരം വഴിയേ മടങ്ങാവൂ എന്ന് പറഞ്ഞതിൽ എന്തോ ദുരുദ്ദേശമുണ്ട്. അത് പറയുമ്പോൾ ആ കണ്ണുകളിൽ ക്രോധം ജ്വലിക്കുന്നതും മുഖം വിവർണമാകുന്നതും ഞാൻ ശ്രദ്ധിച്ചിരുന്നു. തീർച്ചയായും ആ ശിശുവിനെ കണ്ടെത്തി കൊന്നുകളവാനാണ് രാജാവിന്റെ പദ്ധതി. നിൽക്കൂ, ആ നക്ഷത്ര ശോഭയിലേക്കൊന്ന് ശ്രദ്ധിച്ച്. അതെ അതെ, ഇവിടെ തന്നെ. ആ അതാ, അവിടെ ഒരു വെട്ടം കാണുന്നു. നമുക്ക് അവിടേക്ക് ചെല്ലാം. നിങ്ങൾ ഈ ദേശക്കാരല്ലെന്ന് തോന്നുന്നല്ലോ. ഞങ്ങൾ വിദ്വാൻമാർ, ജ്യോതിഷികൾ, സൂര്യനെ പറ്റിയും ചന്ദ്രനെ പറ്റിയും നക്ഷത്ര സമൂഹത്തെ പറ്റിയും അവഗാഹമുള്ളവർ. ഈ അണ്ടകടാഹത്തിന്റെ പ്രപഞ്ചത്തിന്റെ പൊരുൾ അറിയുന്നവർ. അങ്ങ് കിഴക്കുനിന്ന് വരുന്നു. കിഴക്കെന്ന് വെച്ചാ ഋഷീശ്വരന്മാരുടെയും മാമുനിമാരുടെയും ദേശത്തു നിന്ന്. യുഗാന്തരങ്ങൾക്കിടയിൽ ഭൂമിയിൽ ഓരോ ദിവ്യപിറവിയും ഉണ്ടാകും. നക്ഷത്രങ്ങൾ അവയെപ്പറ്റി സൂചനകൾ നൽകും. കാലങ്ങൾക്ക് മുമ്പേ ഒരമ്മയുടെ ഗർഭത്തിൽ ശിശു ഉരുവാകുന്നതിനു മുമ്പേ നക്ഷത്രങ്ങൾ അത് ചൂണ്ടിക്കാട്ടും. ദിവ്യത്വമുള്ള ശിശുവായത് കൊണ്ടും ഇന്നുവരെ ലോകത്തിൽ പിറക്കാത്ത മഹാത്ഭുതമാണ് ആ ശിശു എന്നതുകൊണ്ടും അത്ര സൂക്ഷ്മമായ നിരീക്ഷണമില്ലാത്തതിനാൽ ഹെരോദാസ രാജാവിന്റെ കൊട്ടാരത്തിൽ പോയാണ് ഞങ്ങൾ ആദ്യം അന്വേഷിച്ചത്. സൂക്ഷ്മ നിരീക്ഷണത്തിൽ ശിശു പറഞ്ഞിരിക്കുന്നത് ഇവിടെ എവിടെയോ ആണ്. അത് കൊട്ടാരത്തിലാവണമെന്നില്ല, ഏതെങ്കിലും ഒരു കുടിലും ആവാം. ശിശുവിനെ കണ്ടു വർണ്ണിച്ച് പുലരും മുമ്പേ ഞങ്ങൾക്ക് മടങ്ങണം. വിശിഷ്ട കാഴ്ചകളായ പൊന്നും നീറിയും കുന്തിരക്കവുമായാണ് ഞങ്ങൾ എത്തിയിരിക്കുന്നത്. ആ കാൽപാദങ്ങൾ ഇത് വെച്ച് ഒന്ന് വണങ്ങണം, പിന്നെ മടങ്ങണം. യോഗമാണ് ഇത്. ഹെരോദാവിന്റെ രാജകിങ്കരന്മാർ ഞങ്ങളെ തേടി എത്തും. അതിനു മുൻപേ മടങ്ങണം. അരുത്, ഞങ്ങളെ കണ്ടതായോ ഞങ്ങളുടെ ദിശയെ പറ്റിയോ പറയരുത്. അവർ വരുന്നത് ആ ദിവ്യ ശിശുവിനെ ഇല്ലായ്മ ചെയ്യുവാനാണ്. ജെറമിയ പ്രവാചകന്റെ അരുളപ്പാട് പോലെ റാമായിൽ ഒരു സ്വരം, വലിയ കരച്ചിലും മുറവിളിയും. റാഹേൽ സന്താനങ്ങളെ കുറിച്ച് കരയുന്നു. അവളെ സാധനപ്പെടുത്തുക അസാധ്യം. എന്തെന്നാൽ അവൾക്ക് സന്താനങ്ങൾ നഷ്ടപ്പെട്ടിരിക്കുന്നു. വലിയ നിങ്ങൾ തേടുന്ന ശിശു ഇവിടെയുണ്ട്. വരിക.